സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അവരുടെ മനസ്സിൻ്റെ സ്നേഹവും പറയുന്ന ഈ യൂണിറ്റിൽ ലോകസമാധാനവും സ്നേഹവും ഊട്ടുറപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയുമാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇക്കായിതോ രണ്ടാമത്തെ യൂണിറ്റ് ഉമ്മീദ് കി ദുനിയ പ്രതീക്ഷയുടെ ലോകം എന്ന യൂണിറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ യൂണിറ്റിൻ്റെ ആദ്യ പാഠഭാഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മേരി ദുനിയാക്കി തമാം ബച്ചെ. തമാം എന്ന് വെച്ചാൽ സാരേ എന്നാണ് അർത്ഥം. എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളോടായിട്ട് അദ്നാൻ കഫീൽ ദർവേഷ് പറയുന്ന ഈ പദ്യമാണ്, നമ്മൾ കവിതയാണ് ആദ്യം പഠിക്കുന്നത്. നമുക്ക് ആദ്യം അദ്നാനെ ഒന്ന് പരിചയപ്പെടാം. ആരാണ് അദ്നാൻ എന്ന് പറയുന്നത്? ഉത്തർപ്രദേശിൽ ജനിച്ച അദ്നാൻ സമകാലീന ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രമുഖനായ സാഹിത്യകാരൻ. ഉത്തർപ്രദേശ് में जन्म हुआ अदनान कफील दरवेश സമകാലീന ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ കവി ആണ്. അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ, സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, രവിശങ്കർ ഉപാധ്യായി സ്മൃതി കവിതാ പുരസ്കാർ, വേണുഗോപാൽ സ്മൃതി കവിതാ പുരസ്കാർ എന്നിവ അദ്ദേഹത്തിന് സമ്മാനിത കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് ടിട്ടൂർത്തെ ലാംപ് പോസ്റ്റും നീലി ബയാസും എന്ന് പറയുന്നത്. നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് പോകാം. ആദ്യം കവിത നമുക്കൊന്ന് വായിക്കാം. എന്താ കവിതയിൽ പറയുന്നത്? ജമാ ഹോങ്കെ ഏക് ദിൻ ജമാ ഹോങ്കെ, ഒരു ദിവസം അവർ ഒന്നിച്ചു കൂടും. അവർ കേലേങ്കെ കളിക്കും, ഏക് സാത്ത് മിൽക്കർ, ഒരു ദിവസം ഒത്തുകൂടി അവർ ഒരുമിച്ച് കളിക്കും. ഓ സാബ് സുന്ദരി ദീവാരവും പർ, സാബ് സുന്ദരി എന്ന് വെച്ചാൽ മനോഹരമായ വൃത്തിയുള്ള ആ ചുമരുകളിൽ പെൻസിൽ കീ നോക്ക് രഗടേങ്കെ, പെൻസിലിൻ്റെ നോക്കെന്ന് വെച്ചാൽ മുന, അഗ്രമെന്നാണ് അർത്ഥം കൊണ്ട് രഗടേങ്കെ ഉരയ്ക്കും, വരയ്ക്കും. വേ കുത്തോം സെ ബിദിയായെങ്കിൽ അവർ പട്ടികളോടും, ബക്കരിയോം സെ ബക്കരികളോടും, അവർ ഹരേ ഡിഡോം സെ പച്ച പുൽച്ചാടികളോടും, ചീണ്ടിയോം സെ ബദായിയെങ്കിൽ അവർ സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഒരു ദിവസം ഒത്തുകൂടി ഒരുമിച്ച് കളിക്കും, വൃത്തിയുള്ള ചുമരുകളിൽ പെൻസിൽ കൊണ്ട് ഉരയ്ക്കും. അവർ പട്ടികളോടും ആടുകളോടും പച്ച പുൽച്ചാടികളോടും ഉറുമ്പുകളോടും സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കവിതയിൽ ബച്ചോങ്കി മാസൂമിയത്, നിഷ്കളങ്കതയെക്കുറിച്ചും അവർ സ്വതന്ത്രത, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും, പ്രകൃതിക്ക് സാത്ത് ഉനിക്ക് സംബന്ധിക്ക് ബാരേമേയും, പ്രകൃതിയോടൊപ്പം അവരുടെ ബന്ധത്തെക്കുറിച്ചും ഉള്ളതാണ് ഈ വരികളിൽ പറയുന്നത്. കവി പറയുകയാണ്, ബച്ചേ ഏക് ദിൻ സാത്ത് മിൽക്ക് ഒന്നിച്ച് ചേർത്തിട്ട് ഖേലേങ്കെ കളിക്കും, ദീവാരവും പെർ പെൻസിൽ കീ നോക്ക് രഹടേങ്കെ, പെൻസിലിൻ്റെ മുന കൊണ്ട് വരയ്ക്കും. അവർ ജാൻവരവും മൃഗങ്ങളോടും ബാത്തേം കരയെങ്കിൽ സംസാരിക്കും. അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ മൃഗങ്ങളോടെന്നൊക്കെ പറയുന്ന ആരോടൊക്കെയാണെന്നാണ് പറഞ്ഞത്? കുത്തേ ബക്കരി ഡിഡേ അവർ ചീണ്ടിയോം സേ ബാത് ബദായെങ്കെ എന്നും പറയുന്നു. രണ്ടാമത്തെ സ്റ്റാൻഡ്സെ വായിക്കാൻ നമുക്ക്. ഓ ദൗഡേങ്കെ ബേദ് ഹാഷ ഹവാ और धूप की मुसलसल निगरानी में और धरती धीरे धीरे और फैलती चली जाएगी. उनके पैरों के पास देखना वो तुम्हारी टांगों में बालू भर देंगे एक दिन. वो तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. वो सड़कों पर गड्ढा खोदेंगे और पानी भर देंगे और पानी में चपाचप ലോട്ടേങ്കെ എന്ന് പറഞ്ഞിരിക്കും. ഓ ദൗഡേങ്കയും ബേദ്ഘാഷ്, അവർ തിമിർത്ത് തുള്ളിച്ചാടി നടക്കും. ഹവ അവർ ധൂബക്കി മുസൽസൽ നികരാമിനിമേം, കാറ്റിലും വെളിച്ചലും നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ട്, മുസൽസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷിക്കുക എന്നാണ്. ധർത്തി ധീരെ ധീരെ, ഭൂമി പതുക്കെ പതുക്കെ, അവർ ഫൽത്തി ചലി ജായേഗി, അവരിലേക്ക് പടർന്ന് വന്നുകൊണ്ടിരിക്കും. ഉൻകെ പൈരോം കെ പാസ്, അവരുടെ കാൽ സമീപത്തേക്ക്. അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. കവി ഹാംബർ ക്യാ ബതാനാ ചാഹത്തെ? വിശ്വശാന്തി സ്ഥാപിത് കർണേക്ക് ബച്ചോങ്കു ഭൂമിക, ലോകസമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള പങ്ക്, അതാണ് ഇൻ പങ്ക്തിയോമി, ഈ വരികളിലേക്ക് കവി പറയുന്നത്. യഹാംബർ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കവി പറയുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ചൂണ്ടിയോം കെ സാത്ത് ബദായെങ്കെ എന്ന് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് നമുക്ക് വീണ്ടും പറയാം. ബച്ചെ ഹവ ഔർ ധൂപ് സെ, കാറ്റും വെളിച്ചത്തും തേസീസിൽ ദൗഡേങ്കെ, അവർ കുട്ടികൾ എന്ത് ചെയ്യുന്നു? കാറ്റിലും വെളിച്ചത്തിലുമൊക്കെ
വേഗതയിൽ ഓടിത്തിമിർക്കും. ഉൻകെ ദൗഡ് ഇസ് പ്രകാർ ഹോഗി, അവരുടെ ആ ഓട്ടം ഇങ്ങനെയായിരിക്കും. കി എന്തെന്നാൽ ധർത്തി ഉൻകെ പാസ് പൈൽത്തി ചലി ജായേഗി, ഭൂമി അവരുടെ അടുക്കലേക്ക് പരന്നു വരുന്നത് പോലെ, അവരുടെ അടുക്കലേക്ക് ഭൂമി വരുന്നത് പോലെ എന്ന് വെച്ചാൽ പ്രകൃതിക്ക് സാത്ത് ജീനേക്ക്, ആ പ്രകൃതിയോടൊപ്പം ജീവിക്കുക. ആ ജീവജന്തുക്കളോടും പ്രകൃതിയോടുമുള്ള സ്നേഹമാണ് യഹാംബർ ദേക്കാ ജാ സക്താ ഹെ, ഇവിടെ കാണാൻ പറ്റുന്നത്. ഇസ്കാ മത്തലബ് ഹെ, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബച്ചെ പൂരി ധർത്തി പർ ഹവ ഔർ ധൂപ് കോ ഖൂബ് ഖേൽക്കർ ദൗഡേങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ്. ബച്ച പൂരി ധർത്തി പർ, ഈ ലോകം മുഴുവനും കാറ്റിലും വെളിച്ചത്തിലുമൊക്കെ ഖൂബ് ഖേൽക്കർ ദൗഡേങ്കെ, നന്നായി ഓടി കളിക്കട്ടെ. ഇസ്കാ മത്തലബ് ക്യാ ഹെ എന്നും കൂടെ പറഞ്ഞാൽ എന്തും കൂടെ പറയാൻ പറ്റും നമുക്ക്. വിശ്വശാന്തി സ്ഥാപിത കർണേക്കേലി ബച്ചെ പ്രകൃതിക്ക് സാത്ത്, അപ്പം ഈ ബച്ചോങ്കി മാസൂമിയത, തൻ്റെ കുട്ടികളുടെ നിഷ്കളങ്കതകളും അവർ പ്രകൃതിക്ക് സാത്ത് ഉസ്കെ സംബന്ധക്കു, ആ പ്രകൃതിയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ ബന്ധങ്ങളെയുമാണ് ആര് മോഹിക്കുന്നത്, കവി മോഹിക്കുന്നത്. അപ്പോൾ ആ വരികൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത അതിൻ്റെ കൂട്ടുള്ള വരികളിലേക്ക് പോകാം. ദേഖിന, നോക്കുക, ഓ തുമാരി ടാങ്കോമേയും ബാലു ഭർ ദേങ്കെ ഏക്ക് ദിൻ ടാങ്കോമേയും, അവരുടെ ടാങ്കുകളിലേക്ക് ബാലു മണൽ വാരിയിടും. അവർ തുമാരി ബന്ദൂക്കോങ്കോ, ബന്ദൂക്കുകളെ തോക്കുകളിൽ മിട്ടിമേയും ഗഹര ദബാ ദേങ്കെ, മിട്ടിയിലേക്ക് കുഴിച്ചു മൂടും. ഓ സടക്കോംബർ ഗഡ്ഡെ ഖോദേങ്കെ, അവർ റോഡുകളിൽ കുഴികളെടുക്കും. അവർ എന്നിട്ട് പാനി ഭർദേങ്കെ, ആ കുഴികളിൽ വെള്ളം നിറച്ച് അവർ പാനിമേയും ചപാചപ്പ് ലോട്ടേങ്കെ, അതിൽ തുള്ളിച്ചാടി നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്കാ മതലബിക്കാഹെ, ഇതിൻ്റെ അർത്ഥമാണ് നമുക്കിനി പറയേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബച്ചെ, കുട്ടികൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞത്, ടാക്ക് ബന്ദൂക്ക് ആദി യുദ്ധക്കാ പ്രതീകെ, മുതലായവ യുദ്ധത്തിൻ്റെ പ്രതീകങ്ങളാണ്. ബച്ചോം, കുട്ടികൾ ദ്വാര ടാങ്ക് മേം ബാലു ഭർദേനെ, അല്ലേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാങ്കിലേക്ക് ബാലു ഭർനെ അവർ ബന്ദൂക്കോങ്കോ, ആ ബന്ദൂക്കുകളെ മിട്ടിമേയും ദബാദേങ്കെ, മിട്ടിമേയും ദബാദേന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നാണ്, മണ്ണിലേക്ക് കുഴിച്ചു മൂടുക. और टैंक चलने वाली सड़क ऊपर എന്നിട്ട് അന്തുമേയും കവി കവിता है कि ടാങ്കു ചലനെ വാലി സടക്ക് ऊपर, ആ ടാങ്ക് ഓടിക്കുവാനുള്ള റോഡിലേക്ക് വേ ഗഡ്ഡ ഖോദേങ്കി, അവരെന്ത് ചെയ്യും, കുഴി എടുത്തിട്ട് ഉൻപർ, അതിനകത്തോട്ട് പാനി ഭർക്കർ, വെള്ളം നിറച്ച്, ആ കുഴിയിൽ വെള്ളം നിറച്ചിട്ട് വേ ചപ്പാച്ചപ്പു ലോട്ടേങ്കി, അവിടെ കിടന്ന് തുള്ളിച്ചാടി ഓടിത്തിമിർക്കും എന്നാണ് കവി പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റാൻഡ് നോക്കാം നമുക്ക്. ഓ പ്യാർ കരയെങ്കിൽ ഏക് ദിൻ ഉൻ സബ്സേ, അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും, ഒരു ദിവസം പ്യാർ കരയെങ്കിൽ ജിൻസെ തുമ്നെ ഉനെ നഫ്രത്ത് കർണ സിഖായ, ആരാണ് അവരെ എന്ത് ചെയ്യുന്നത്, നഫ്രത്ത് കർണ വെറുക്കാൻ പഠിപ്പിച്ചത് ആരാണോ. ഓ തുമാരി ദീവാരൂമേം ചേതുകർ, അവർ നമ്മുടെ ദീവാറുകൾ ചേതുക്കർ ദേങ്കെ, സുക്ഷരങ്ങൾ ഇട്ടിട്ട് ഏക് ദിൻ അവർ ആർപ്പാർ ദേക്കിനേക്ക്, ഇരുവശവും നോക്കുവാനായിട്ട് കോശിസ് കരയെങ്കിൽ ശ്രമിക്കും. ഓ സഹസ ചീക്കേങ്കെ, അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ചീക്കേങ്കെ, അത്യാഹ്ലാദത്തോടു കൂടിയിട്ട് സംസാരിക്കും. അവർ കഹേങ്കെ പറയും, ദേക്കോ ഊസ് പാർ ഭി മൗസം തോ, ആ അറ്റത്തെയും ആ വശത്തെയും കാലാവസ്ഥ ഹമാരെ യഹാം ജൈസേക്ക് ഹെ, ഇവിടുത്തെ ഇതിന് തുല്യമാണ്. അപ്പോൾ ഈ ഭാഗം ഏക്ക് ശക്തിശാലി സന്ദേശ് ദേത്താഹേക്ക്, ഒരു ശക്തിശാലി, ഒരു വളരെ ശക്തമായൊരു സന്ദേശം നൽകുകയാണ്. എന്ത് സന്ദേശമാണ്? പ്രേമ സഹാനുഭൂതി. പ്രേമ എന്ന് പറയുന്നത് സഹാനുഭൂതി ഓർ സമച്ച്, പ്രേമ സഹാനുഭൂതി സമച്ച് എന്ന് പറയുന്നത് നഫ്രത്ത് ഔർ ദമൻ സെ ബഹത്തർ ഹേ, നഫ്രത്ത് വെറുപ്പിൻ്റെയും ദമൻ എന്ന് പറഞ്ഞാൽ അമർത്തലിനേക്കാളും വളരെ മെച്ചപ്പെട്ടതാണ്. ഏതെന്ന് പറയുന്നത് സ്നേഹ് അല്ലെങ്കിൽ പ്രേമ സഹാനുഭൂതി ഔർ സമച്ച് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. എന്നിട്ട് കവി എന്താ പറയുന്നത്? ബച്ചേത്തോ ഫോലേ ഹേ, നിഷ്കളങ്കരാണ് കുട്ടികൾ. വേ ദൂസരോം കോ പ്യാർ കരയെങ്കിൽ, കുട്ടികൾ എങ്ങനെ എപ്പോഴും മറ്റുള്ളവരോട് വളരെ സ്നേഹം കാണിക്കുന്നവരായിരിക്കും. ലേക്കിൻ ബഡേ ലോകിനെയും ഉനെയും ദൂസരും സെ നഫ്രത്ത് കർണ സിക്കാത്ത, എന്നാൽ മുതിർന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നുണ്ട്, നഫ്രത്ത് കർണ, വെറുക്കാൻ പഠിപ്പിക്കുന്നത്. ഫിർപ്പി എന്നിരുന്നാലും കുട്ടികൾ എന്ത് ചെയ്യുന്നു, ബച്ചയെ ദൂസരും സോ പ്യാർ കരയെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യങ്കെ ബീച്ച്, മനുഷ്യൻ്റെ ഇടയിലായിട്ട് ദീവാർ ഹെ, ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്വാർത്ഥതയുടെയും അസത്യത്തിൻ്റെയും ഒക്കെ ഒരു ഭിത്തി മനുഷ്യൻ്റെ ഇടയിലുണ്ട്. ദീവാറും ആ ദീവാൻ, ആ ഭിത്തിയെ അസഹിഷ്ണുതയുടെയും അസത്യത്തിൻ്റെയും അന്യായത്തിൻ്റെയും ഒക്കെ ആ ഭിത്തികൾ ബച്ചെ ചേത് കർത്തേങ്കെ, ബച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മുറിച്ചു മാറ്റും. അവർ
ഉസ്കെ ബാദ് വേ ദേക്കേങ്കി അതിനുശേഷം അവർ നോക്കുമ്പോൾ വഹാം അവർ എന്ത് കുശിക്കെ സീക്കർ കഹേങ്കെ സന്തോഷത്തോടു കൂടിയിട്ട് കൈയടിച്ചുകൊണ്ട് അവർ പറയും ദോനവും തരവും മൗസം ഏക്ക് ജൈസീഹെ രണ്ടിടത്തുമുള്ള കാലാവസ്ഥ ഒരുപോലെയാണ് എന്ന് പറഞ്ഞ ഇസ്കാ മതലബ് ബച്ചേ സീമാവും അതിരുകളുമെല്ലാം അവർ മതഭേദവും വ്യത്യാസങ്ങളെല്ലാം പാർ കർക്കി കടന്നിട്ട് ഏക് ദൂസരേക്കു സമച്ചിനേക്ക് കോശിസ് കരെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമെന്നും അവർ വഹാംബർ ഏകത ബടേക അവിടെ എന്ത് ചെയ്യുന്നു ഐക്യം വളർത്തുമെന്നുമാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏക് ദിൻ തുമാരെ മഹഫൂസ് ഘരോം സേ ബച്ചെ ബാഹർ നികൽ ജായേങ്കി ഒരു ദിവസം നിങ്ങളുടെ മഹഫൂസ് എന്ന് വെച്ചാൽ സുരക്ഷിതമായ വീടുകളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് വരും. അവർ പേടോം സെ ഘോസലെ ബനായേങ്കി അവർ എന്ത് ചെയ്ത് മരങ്ങൾ കൂട്ടും. ഉനോംനെ ഗിൽഹരിയാൻ കാഫി പസന്ത് ഹെ അവർക്ക് അണ്ണാനെ വളരെ വളരെ ഇഷ്ടമാണ്. ഓ ഉൻകെ സാത്ത് ഭി ബഡാ ഹോന ചാഹേ അവരോടൊപ്പം വളരുവാൻ അവർ ആഗ്രഹിക്കും. തും ദേക്കോഹെ നിങ്ങൾ നോക്കും ജബു വോ ഹെർ ചീസ് ഉലട്ട് പുലട്ട് ദേങ്കി അപ്പോൾ നിങ്ങൾ എല്ലാം തലകീഴായി മറിക്കും. ഉസേ ഔർ സുന്ദർ ബനാനെ കേലിയെ അതിനെ കൂടുതൽ മനോഹരമാക്കി മാറ്റുവാൻ. ഇസ്കാ മതലബ് അപ്പോൾ ഇതിൻ്റെ പൊരുളാണ് പറയുന്നത്. അപ്പോൾ ആ വരികളും എന്ത് ചെയ്യുന്നത് ശാന്ത് ദുനിയാക്കി കൽപ്പന കർത്തി ഹെ എഹാംബർ സമസ്ത ജീവജന്തു ഓർ പേട് പൗതോം കി സുഖി ഹോനിക്ക് കൽപ്പന കർത്താ ഹെ അല്ലയോ ശാന്തമായ സമാധാനപരമായ ലോകത്തിനെയും അതുപോലെ സമസ്ത ജീവികൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം സുഖം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വരികളാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ പങ്ക്തിയോं का आशय है कि एक दिन तुम्हारे സുരക്ഷിത കരവും സെ സുരക്ഷിതമായ വീടുകളിൽ നിന്നും വെച്ച് ബാഹർ നികൽ ആയെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും പുറത്തേക്ക് വന്നിട്ട് പ്രകൃതിക്ക് ഓർ ജായെങ്കിൽ അവരെവിടേക്കാണ് പോകുന്നത് പ്രകൃതിയിലേക്ക് പോകും. പേടോം पर घोंसला बनाएंगे വൃക്ഷങ്ങളിൽ കൂടുകൾ കൂട്ടും. ഗിൽഹരിയോങ്കെ സാത്ത് ബഡാ ഹോന ചാഹേ ഗിൽഹരിയോടൊപ്പം അവരെന്ത് ചെയ്യുന്നു കളിച്ചു വളരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഹാംബർ ഇവിടെ എന്ത് ചെയ്യുന്നു പ്രകൃതിക്കോ സുന്ദർ എന്ത് ചെയ്ത് ബയാൻ കർണേക്ക കോശിസ് കരയെങ്കിൽ അവർ സുന്ദരമാക്കി സുന്ദർ ബനാനേക്ക പ്രകൃതിയെ സുന്ദരമാക്കി തീർക്കുവാനായിട്ട് എന്ത് ചെയ്യുന്ന ആ കോശിസ് കർണേവാലെ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു ഭാവനയെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻഡ്സയിൽ പറയുന്ന ഏക് ദിൻ മേരി ദുനിയാക്കി തമാമു ബെച്ചെ ചീണ്ടിയും കീടവും നദിയും പഹാടവും സമുദ്രവും ഔർ തമാമു വനസ്പതിയും കെ സാത്ത് മിൽക്കർ എല്ലാം കൂടെ ചേർന്നിട്ട് ദാവാ ബോലെങ്കിൽ ആക്രമൺ കരയെങ്കിൽ എന്നാണ് പറയുന്നത്. തുമാരി ബനായി ഹർ ചീസ് കോ ഖിലൗന ബനാ ദേങ്കെ ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്തിരിക്കുന്നത് ഖിലൗന കളിപ്പാട്ടമാക്കി മാറ്റുമെന്ന് പറയുന്നു. അപ്പോൾ പ്രകൃതിക്ക് ജീവജന്തുവും അപ്പോൾ ഈ വരികളിലൂടെ പറയുന്നത് പ്രകൃതിക്ക് ജീവജന്തുവോർ മനുഷ്യം കെ വിരുദ്ധ ബനായി ഗയി പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും മനുഷ്യനും എതിരായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വിനാശകാരി ചീസോങ്കോ ബെച്ച കുട്ടികളെന്തേ ഖിലൗന ബെനേദേങ്കി എന്തായി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ കളിപ്പാട്ടമാക്കി മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ബെച്ചോംകോ പ്രകൃതിക്ക് സാധ്യജീന കുട്ടികൾക്ക് ഏതിനോടൊപ്പം ജീവിക്കണം പ്രകൃതിയോടൊപ്പം ജീവിക്കണമെന്ന് ജോ ഉൻകെ വിരുദ്ധ ഹേ ആരാണോ അതിന് എതിരായിട്ടുള്ളത് ആ വിരുദ്ധരായിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യുന്നതാണ് ബെച്ചെ ഉൻക ആക്രമൺ കരയെങ്കിൽ കുട്ടികൾ എന്തിനോടൊക്കെ ചേർന്നിട്ട് ചീണ്ടി കാണ്ടെ ജൈസേ എന്ത് ചെയ്ത് നമ്മുടെ ചീണ്ടി കീടവും ജൈസെ സാരേ ജീവജന്തുവും ഓർ വനസ്പതിയും കെ സാത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികൾ എന്തിനോട് ബച്ചോംകോ പ്രകൃതിക്ക് സാത്ത് ജീന ചാകത്തെ അവർ കുട്ടികൾ പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ജോ ഉൻകെ വിരുദ്ധ ആരാണോ അതിനെതിരായിട്ട് നിൽക്കുന്നത് ആ ഉസ് വിരുദ്ധക്കെ ഉസ് വിരുദ്ധക്കോ എന്ത് ചെയ്ത് ദൂർ കാരനെ കേലി ആ വിരുദ്ധരായ ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കിസ്കെ സാത്ത് കിൻകെ സാത്ത് ചീണ്ടി കീടവും നദിയും പഹാടവും സമുദ്രവും അവർ തമാമു വനസ്പതിയും കെ സാത്ത് ബെച്ചെ ഉൻക ആക്രമൺ കരയെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കവിത ആശയം ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് ഇടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.